അമേരിക്കയുമായുള്ള ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇറാനെതിരെ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു പ്രസ്താവനയാണ് ഇത്. അപ്പൊ ഇതിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ഒരു 90% മിക്കവാറും ഈ അമേരിക്ക ആയിട്ടുള്ള ചർച്ച മുടങ്ങാനാണ് സാധ്യത. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് ഇറാൻ ആക്രമിക്കാതിരിക്കാൻ പറ്റൂല. പിന്നെ വേറൊരു കാര്യം കൂടെ ഇതിനകത്തുണ്ട്. അതായത് അങ്ങാടി തോറ്റത്തിന് അമ്മയോട് എന്ന് പറയുന്ന ഒരു സാധനം മറ്റേ ഇയാള് ബെൻഗവീർ അന്ന് പറഞ്ഞിട്ടുണ്ട്. ബെൻഗവീർ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇറാൻ ഞങ്ങളെ ആക്രമിച്ചാൽ, അതായത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാല് ഇസ്രായേൽ എന്ത് ചെയ്യില്ല, ഇറാനെ തിരിച്ചാക്രമിക്കില്ല. പകരം ഇസ്രായേൽ എന്ത് ചെയ്യും, ലെബനോനെ പോയിട്ട് ആക്രമിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങാടി തോറ്റത്തിന് അമ്മയോട് എന്ന് പറയുന്ന കളിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന്റെ ഒരു 10% എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ മാത്രം ഉറപ്പ് ഇപ്പോ ഇസ്രായേലിനുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ റീസൺ, ഈ ഇറാൻ ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയ ആ ഒരു കാര്യം നമുക്കറിയാലോ. അതായത് ലെബനോനില് ഇവർ അറ്റാക്ക് തുടങ്ങുകയും എന്നാൽ ലെബനോനിലുള്ള അറ്റാക്ക് ഇവരെ നിർത്താതെ വരികയും ചെയ്ത സമയത്താണ് ഇറാൻ ആദ്യമായിട്ട് ഇസ്രായേലിന്റെ നേരെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തുന്നത്. അപ്പോ അന്ന് ഇവർക്ക് മനസ്സിലായ ഒരു സാധനമുണ്ട്, ഇവരുടെ കയ്യിലുള്ള ഹൈൻഡോ അത് വെറും ഒരു പാട്ട സാധനമാണെന്നുള്ളതും, അതേപോലെ തന്നെ ആരോ അതും ഒരു പാട്ട സാധനമാണെന്നുള്ളതും, അതേപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള ബാക്കി പാട്രിയോട്ട് പോലെ സാധനങ്ങളൊക്കെ പാട്ട സാധനങ്ങളാണെന്നുള്ളത് ഇവർക്ക് അന്ന് മനസ്സിലായതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഹമാസ് ഈ എന്താ പറയാ ഗസയിൽ ഇരുന്നിട്ട് PVC പൈപ്പിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ റോക്കറ്റുകൾ തടുക്കാൻ മാത്രമേ ഇതിനെ കൊണ്ട് പറ്റത്തുള്ളൂ എന്നുള്ളത്. മാത്രമല്ല ഇസ്രായേലിലെ ബങ്കറുകള് ഈ പറയുന്ന ഹമാസിന്റെ റോക്കറ്റുകൾ വീണാൽ രക്ഷപ്പെടാൻ മാത്രമേ അത് പറ്റത്തുള്ളൂ എന്നും കൂടെ അന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ അമേരിക്കയുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാല് ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ തിരിച്ചടിയും കൂടെ ഇച്ചിരി ഒന്ന് ആലോചിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ MOU സൈൻ ചെയ്യുന്നതിന്റെ മുന്നത്തെ ദിവസം, അതായത് MOU സൈൻ ചെയ്തത് എന്നാന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിന്റെ മുന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ അന്ന് ഇറാൻ പ്ലാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്നുള്ളത് അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇസ്രായേലിന്റെ സകല സിറ്റികളെയും നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേലിനെ ഒരു ഒറ്റ അടിക്ക് തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തില് മാസീവ് ആയിട്ടുള്ള ഏകദേശം 50% ഇവരുടെ മിസൈലുകൾ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിനെ എന്താ പറയുക നരകം കാണിക്കുക എന്ന് പറയുന്ന, പണ്ട് ട്രംപ് പറഞ്ഞതാണ് നരകം കാണിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇവരന്ന് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് അമേരിക്കയുടെ തിരിച്ചടി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ബേസുകളും അമേരിക്ക ആക്രമിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടെ ഇവര് ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമാണ് പെട്ടെന്ന് ഈ പറയുന്ന മെമ്മറാണ്ടം ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ പറയണതിന് അത് വരികയും ചെയ്തത്, ആ ആക്രമണം പിന്നെ പോസാവുകയും ചെയ്തത് എന്നുള്ളതാണ്. അപ്പോ അത് വീണ്ടും തുടങ്ങാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല ഇറാൻ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള റിഫ്റ്റ് ഇപ്പൊ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഇസ്രായേലിന്റെ കയ്യിലുള്ള ഇസ്രായേലിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് ഇറാന് മേലെ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അത് പക്ഷെ അവന്മാർക്ക് പോസിബിൾ അല്ല. ഒന്നാമത് അത് പോസിബിൾ അല്ല എന്ന് മാത്രമല്ല, ഈ ഇസ്രായേലിന്റെ പ്രസ്താവനകൾ വരുമ്പോഴേ അതിന്റെ താഴെയുള്ള ഇപ്പൊ എക്സിൽ അത്തരം പ്രസ്താവനകൾ വരുമ്പോ അതിന്റെ താഴെയുള്ള കമന്റ് നോക്കിയാല് നമുക്ക് അമേരിക്കൻ സൊസൈറ്റി ഏകദേശമൊക്കെ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാവും. അതായത് അതിനകത്ത് ഞാൻ കണ്ടൊരു ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവന്മാർ ആക്ച്വലി അമേരിക്കൻ മൈറ്റിനെ ഉപയോഗിച്ചിട്ട് സോവറിൻ കൺട്രീസിനെ പോയിട്ട് ആക്രമിക്കുകയും അത് കുട്ടിച്ചോറാക്കുകയും എന്നിട്ട് അതിന്റെ ബ്ലെയിം മൊത്തം അമേരിക്കയുടെ തലയിലേക്ക് വെക്കുകയും ചെയ്യുന്ന പണിയാണ് ഇപ്പൊ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കമന്റ് കണ്ടു. അത് കറക്റ്റ് സാധനമാണ്. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് അമേരിക്കയോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. അമേരിക്ക ആണ് ഇപ്പോഴത്തെ ഒരു മൈറ്റ് അല്ലെങ്കിൽ മിലിറ്ററി ജയന്റ്. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക, അവിടെ ലോബിങ് നടത്തുക എന്നുള്ള പരിപാടിയാണ്. റിഫ്റ്റ് വന്നപ്പോ നമ്മൾ ഒരു സാധനം മനസ്സിലായി, ഒരു കാര്യം നമ്മൾ കാണണം. പെട്ടെന്ന് തന്നെ ഇവന്മാർക്ക് തിരിയാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം എന്താ വെച്ചാൽ നോക്കിക്കോ എന്നുള്ള ലെവലിൽ വർത്താനം പറയാൻ ഇവന്മാർക്ക് പറ്റുന്നുണ്ട്.
പക്ഷെ എന്നാൽ നിങ്ങൾ പോയി പണി നോക്കിക്കോന്നും പറഞ്ഞ് വിടാൻ യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പറ്റുന്നുമില്ല. അതിന്റെ കാരണം എപ്സ്റ്റീനിലെ ചില നല്ല നൈസ് ക്ലിപ്പുകൾ മിക്കവാറും നെതന്യാഹുവിന്റെയും ഇത്താമി ബെൻ ഗവീറിനൊക്കെ കയ്യിൽ ഉണ്ടായിരിക്കാം എന്നുള്ളതും കൂടിയാണ്, അതായത് ട്രംപിന്റെ. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളും കൂടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ വീരവാദം മുഴക്കാൻ പറ്റും, എന്നിരുന്നാൽ കൂടെ ഇസ്രായേൽ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് ഇച്ചിരി ശ്രദ്ധിക്കേണ്ട സാധനമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് അറ്റാക്ക് നടത്തും എന്ന് പറയുമ്പോ തന്നെ അതിന് അതിന് നമ്മളിങ്ങനെ കീറി മുറിച്ച് നമ്മളതിന്റെ ഫ്രെയിമിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാല് ഇറാനുമായിട്ട് നടത്താൻ പോകുന്ന അമേരിക്കൻ ചർച്ച മിക്കവാറും പരാജയപ്പെടാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ അത് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെയും ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്നിട്ട് ഇറാനെ മാക്സിമം അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന സ്ട്രാറ്റജി ചിലപ്പം അണിയറയിൽ ഒരുങ്ങുന്നുണ്ടാവും എന്നുള്ളതും കൂടെ ഇത്തരം പ്രസ്താവനകൾ വരുന്ന സമയത്ത് നമ്മളൊന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇറാൻ പൊട്ടന്മാരൊന്നുമല്ല. ട്രംപുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റിനെയും സൈക്കാട്രിസ്റ്റിനെ അടക്കം ഉപയോഗിച്ചിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വാക്കുകൾ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ ഇറാനികൾ എന്ന് പറയുന്നത്. അബ്ബാസ് അരാഗ്ചിയുടെ ഒരു പ്രസ്താവനയും കൂടെ വന്നിട്ടുണ്ടായിരുന്നേ. അതായത് ട്രംപ് പറഞ്ഞൊരു സാധനമാണ്, ഇഫ് ഐ ഓർഡർ ഇറ്റ് ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വിൽ സീസൺ 2 എക്സിസ്റ്റ് വിത്തിൻ 15 മിനിറ്റ്സ്. സീസൺ 2 എക്സിസ്റ്റ് വിത്തിൻ 15 മിനിറ്റ്സ്. അതായത് 15 മിനിറ്റിന്റെ ഉള്ളിൽ ഞാനൊരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ തകർക്കാൻ പറ്റും എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത്. അതിനോട് അബ്ബാസ് അരാഗ്ചി പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്, അത് ഇറാൻ ഹാസ് എക്സിസ്റ്റഡ് ഓവർ 3000 ഇയേഴ്സ്. ഇറ്റ് വിത്ത്സ്റ്റുഡ് 47 ഇയേഴ്സ് ഓഫ് യുവർ സാങ്ഷൻസ്. You to think you can erase use in 50 minutes. Shut your foul mouth. അതാണ് അബ്ബാസ് അരാഗ്ചി പറഞ്ഞത്. അതായത് 3000 വർഷമായിട്ട് നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. 47 വർഷം നിങ്ങളുടെ ഉപരോധത്തിന്റെ ഇടയ്ക്കും ഞങ്ങൾ നിലനിന്നു. എന്നിട്ടും നിങ്ങൾ വിചാരിക്കുകയാണോ 15 മിനിറ്റിന്റെ ഉള്ളിൽ ഞങ്ങളെ അങ്ങ് മൂക്കി കയറ്റാന്നുള്ളത്? ആദ്യം നിങ്ങൾ വായ അടച്ചിരിക്കുക എന്നുള്ളത്, വായ അടയ്ക്കുന്ന രീതിയിലുള്ള മറുപടി അബ്ബാസ് അരാഗ്ചി കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇറാൻ ഇതൊക്കെ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ആക്ഷൻ വന്നാൽ തന്നെ അതിന് കൗണ്ടർ ആയിട്ട് എന്തൊക്കെ കൊടുക്കണം, എവിടെയൊക്കെ വീഴണം എന്നുള്ള കാര്യം കൂടെ ഇറാൻ മിക്കവാറും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാനും എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്.